അപ്പൊ മിസ് എന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാണ്, ഗെയിനിങ് റേഷ്യോ വേഴ്സസ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ ചെറിയൊരു ടോപ്പിക്കാണ്, ഈ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ എന്താണ് മീനിങ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും തിയറി എഴുതുമ്പോഴാണെങ്കിലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് നല്ലോണം അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് ഗെയിനിങ് റേഷ്യോ അല്ലെങ്കിൽ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മീനിങ് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എന്താണ്, ഇത് എപ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻ വരുമ്പോഴാണ്. എന്താണ്, ഒന്നെങ്കിൽ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുക അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എപ്പോഴായിരിക്കും, ഒരു പുതിയ പാർട്ട്ണറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ കൃത്യമായിട്ട് എപ്പോഴാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. രണ്ടാമത് ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദി ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഷെയർ. അപ്പം റിട്ടയർ ആയി പോകുന്നയോ അല്ലെങ്കിൽ മരിച്ചു പോകുന്നയോ പാർട്ട്നേഴ്സിന്റെ ഷെയർ ഈ പറയുന്ന കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അക്വയർ ചെയ്യുന്ന റേഷ്യോനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെ അതിന് മുന്നേ ഉള്ള പാർട്ട്നേഴ്സ് അവർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ അത് ആ റേഷ്യോ അവർ സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു റേഷ്യോനെയാണ് എന്ത് വിളിക്കുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിനിങ് റേഷ്യോ നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്, ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ടു ദി ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഗുഡ് വിൽ. അപ്പോൾ റിട്ടയർ ആയി പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, ഒരു കോമ്പൻസേഷൻ ഈ പറയുന്ന റിട്ടയറിങ് അല്ലെങ്കിൽ ഡെത്ത് ആയ അല്ലെങ്കിൽ മരിച്ചുപോയ പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി സാക്രിഫൈസിങ് റേഷ്യോ എന്തിനായിരിക്കും, ഈ പറഞ്ഞ ന്യൂ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് അഡ്മിറ്റ് ആയി വരുന്ന പാർട്ട്നേഴ്സ് വെറുതെ വെറുങ്കായോടെ അവർക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. അവരും എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു ഫോം അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ എത്രയാണ് അവർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ഷെയർ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഇതില്ലാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണത്തില്ല. എന്താണ് അതിന്റെ ഇക്വേഷൻ ആണ്. ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ന്യൂ ഷെയർ അല്ലെങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്നുള്ളതാണ്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ മീനിങ് എന്താണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ ആണ്. താങ്ക് യു.